പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, +1 മലയാള പാഠപുസ്തകത്തിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഭാരതീയ പാരമ്പര്യത്തിൻ്റെയും അടയാളമാണ്, മുദ്രയാണ്. നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുന്ന ജനഗണമന, നമ്മുടെ ദേശീയ ഗാനം എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ പുസ്തകം ഒരു സങ്കീർത്തന സ്വഭാവമുള്ളതാണ്. അതായത് ഭാവഗീതങ്ങളാണ്, പ്രാർത്ഥനകളാണ്, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. ആര് തമ്മിലുള്ള പ്രാർത്ഥനയാണ്? മനുഷ്യനും ദൈവവും തമ്മിൽ, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ അങ്ങനെ പറയാം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധം, അവർ തമ്മിൽ നടക്കുന്ന ഒരു സംവേദനമാണ് കവിതയുടെ കാതൽ. ടാഗോർ ഈ കവിത എഴുതാനിടയായ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ദുരനുഭവങ്ങളാണ്. ഭാര്യയും 2 മക്കളും മരിച്ചു. ആ സങ്കടത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഈശ്വരനോട് അദ്ദേഹം നടത്തുന്ന സംവേദനമാണ് കവിത. ഈ തൻ്റെ ജീവിതത്തിലും ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അല്ലെ, ബിംബാത്മകമായി ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, നിസ്സഹായത, ഈശ്വരൻ്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ, പരമാത്മാവിനെ കണ്ടെത്തുമ്പോൾ ജീവാത്മാവിനുണ്ടാവുന്ന ആനന്ദം, ഈ യാത്രയിലൂടെ അവസാനം ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക, അതൊരു ശാന്തിയുടെ സംഗീതമാണ്, പ്രശാന്തതയുടെ സംഗീതമാണ്. ആ സംഗീതമാണ് ഗീതാഞ്ജലി. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആത്മബന്ധം, ജീവാത്മാവ് തൻ്റെ സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കരകയറാൻ, തൻ്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ, ഈശ്വരനിലെല്ലാം സമർപ്പിക്കാൻ, അങ്ങനെ ജീവിതം പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒരു രചനയാണ് ഗീതാഞ്ജലി. ഏതവസ്ഥയിലും ഒരാളെ ഉണർത്താൻ ശേഷിയുള്ള ഒന്നാന്തരം ഭാവഗീതങ്ങളാണ് അതിലുള്ളത്. അതിന് മലയാളത്തിൽ ധാരാളം തർജ്ജമകളുണ്ട്. എങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ തർജ്ജമ ജി ശങ്കരക്കുറുപ്പിൻ്റെ, ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ തർജ്ജമയാണ്. മാത്രമല്ല, ടാഗോർ രചനകളുടെ ശക്തമായ സ്വാധീനം ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവേശകം എന്ന് പറഞ്ഞൊരു താക്കോലാണ്, അല്ലെ? യൂണിറ്റിലേക്ക് കടക്കാനുള്ള താക്കോലാണ്, വാതിലാണ്. ജീവിതത്തിൻ്റെ ചില സത്യങ്ങളെക്കുറിച്ചാണ് ഈ ജീവാത്മാവ് പരമാത്മാവുമായി സംവദിക്കുന്നത്. നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ, എൻ്റെ ജീവിതം പൂർണ്ണമല്ല, എൻ്റെ ജീവിതം അപൂർണമാണ്, ചിലത് നഷ്ടങ്ങളുണ്ടായി, ഇതിവിടെ അവസാനിക്കുന്നു, അത്തരം ചിന്തകൾ വേണ്ട എന്നാണ് കവി പറയുന്നത്, കവി കണ്ടെത്തുന്നത്. കാരണം അപൂർണതകൾ പോലും പൂർണ്ണമാണ്, അപൂർണതകൾ പോലും സുന്ദരമാണ്. ചെറിയ കാര്യങ്ങൾ, നടക്കാതെ പോയ കാര്യങ്ങൾ, ഇടയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം സുന്ദരമാണ്, പ്രതീക്ഷ തരുന്നതാണ് എന്ന വലിയ ദർശനമാണ്, ഭാരതീയ ദർശനമാണ് കവിത മുന്നോട്ട് വയ്ക്കുന്നത്. ഗീതാഞ്ജലി. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. നോക്കുക, ഇത് ജീവാത്മാവാണ്, അതായത് മനുഷ്യനാണ്. സംവദിക്കുന്നത് ആരോടാണ്? പരമാത്മാവിനോടാണ്. അല്ലെങ്കിൽ സ്വയം കണ്ടെത്തുകയാണ്, ചില സത്യങ്ങൾ സ്വയം കണ്ടെത്തുകയാണ്. പുതിയ വെളിച്ചത്തിൽ, ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഈ നിസ്സഹായമായ ജീവാത്മാവ്, നിസ്സഹായമായ മനുഷ്യജീവൻ ചില സത്യങ്ങൾ തിരിച്ചറിയുകയാണ്. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. വ്യർത്ഥമായില്ല, വെറുതെ ആയില്ല. പൂജ, ജീവിതത്തിൽ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ഒരു പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചില കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ തുടങ്ങി വെച്ചു, ലക്ഷ്യത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല, എനിക്ക് സംതൃപ്തിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരംഭിച്ച ഒരു കാര്യം അറ്റം വരെ എത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അത് അവസാനിച്ചു, അത് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലേ? എന്തെല്ലാം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, എല്ലാം പൂർത്തിയാക്കാൻ നമുക്ക് പറ്റുന്നില്ല. ചില കാര്യങ്ങൾ പകുതിക്ക് വെച്ച് നിന്നു പോകുന്നു, ചില കാര്യങ്ങൾ 3/4 പങ്കോളം എത്തുന്നു, ചിലത് നടക്കുന്നേയില്ല, നമ്മളവ ഉപേക്ഷിക്കുന്നു. പക്ഷെ കവി കണ്ടെത്തുന്ന ദർശനം കണ്ടോ, അതൊന്നും വെറുതെയല്ല. നമ്മുടെ ജീവിതത്തിലെ അപൂർണമായ എല്ലാ ചിന്തകളും, എല്ലാ പ്രവൃത്തികളും ഈശ്വരൻ്റെ വലിയ വീണയിൽ തന്ത്രികളായി ഇപ്പോഴും മീട്ടപ്പെടുന്നുണ്ട്. അതെല്ലാം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. നിസ്സാരമെങ്കിലും ചെറുതെങ്കിലും നമ്മുടെ കാമനകളെല്ലാം ഇപ്പോഴും ഈശ്വര സാന്നിധ്യത്തിൽ ഉണ്ട്.
അഭിലയം പ്രാപിക്കാനുള്ള ജീവാത്മാവിൻ്റെ യാത്രയിലുടനീളം അയാൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവയാണ്. പരമാത്മാവ് അതെല്ലാം അറിയുന്നുണ്ട്. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പൂക്കൊഴുക്കു വറ്റി മാഞ്ഞാലും അവ മുഴുവൻ നഷ്ടമായില്ലെന്നറിവൂ ഞാൻ. പൂ വിരിയും മുമ്പ് തന്നെ പൂഴിയിൽ വീണാകിലും. ചില പൂക്കൾ, എല്ലാ പൂക്കൾക്കും വിരിയാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ കാണാറുണ്ട് അല്ലേ? മൊട്ടുണ്ടാകുന്നു. പൂമൊട്ട് ദിവസങ്ങളുടെ തപസ് കൊണ്ടാണ് അത് മനോഹരമായൊരു പൂവായി വിടരുന്നത്. പക്ഷേ ഇല്ല, പല പൂക്കളും കൊഴിഞ്ഞു പോകുന്നു. അവിചാരിതമായി മഴ പെയ്താൽ, വെയിൽ കനത്താൽ, ഭയങ്കരമായൊരു കാറ്റടിച്ചാൽ പൂക്കൾ കൊഴിഞ്ഞു പോകും. ആ പൂവിൻ്റെ ജീവിതം പൂർണ്ണമാകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ കവി കണ്ടെത്തുന്നത് ഒരിക്കലുമല്ല. മൊട്ടായിരിക്കുമ്പോൾ തന്നെ അവ അതിൻ്റെ ജീവിതം സുന്ദരമാണ്, പൂർണ്ണമാണ് എന്നാണ്. ഇവിടെ പൂവ് എന്നുള്ളത് മനുഷ്യരെയും സങ്കല്പിക്കാം. ചില ജീവിതങ്ങൾ അല്ലേ, ചില ജീവിതങ്ങൾ അവസാനം വരെ എത്തണമെന്നില്ല, ഒരായുസ് വരെ എത്താൻ സാധിക്കണമെന്നില്ല. ഇടയ്ക്ക് വെച്ച് വീണു പോകുന്ന ജീവിതങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ മാത്രമാണോ മരിക്കണതല്ല. ജീവിതം ഇടയ്ക്ക് വെച്ച് അവസാനിക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട്. കവി കണ്ടെത്തുന്നു അത് അപൂർണമല്ല, അത് പൂർണ്ണമാണ്. ഈശ്വരൻ്റെ ചിത്രത്തിൽ അപൂർണതകളില്ല, അപൂർണമായത് അവിടെ പൂർണ്ണമാകുന്നു. അതുപോലെ പൂവിൻ്റെ ആഗ്രഹം അത് വിരിഞ്ഞ് വിടർന്ന് സുന്ദരമാകണം എന്നാണ്. പക്ഷെ അതിനു മുൻപേ അത് കൊഴിഞ്ഞു പോകുന്നു. പുഴയോ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. പുഴയുടെ ഭർത്താവാണ് കടൽ. ആ കടൽ കാണാൻ ഒഴുകിപ്പോകുന്ന പുഴയാണ്. ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ നാളെ ഒരിക്കൽ ലക്ഷ്യത്തിലെത്താം എന്നോർത്ത് കളിച്ച് ചിരിച്ചാർത്തലച്ചൊഴുകുന്ന പുഴകൾ മരുവിൽ പൂക്കൊഴുക്കു വറ്റി മായുന്നു. പക്ഷെ അവർക്ക് മരുഭൂമിയിലെത്തുമ്പോൾ ആ വെള്ളം വറ്റിപ്പോകുന്നു, ഒഴുക്കുമില്ലാതാകുന്നു. അവരുടെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. പുഴകളുടെ ഒഴുക്ക് ഇടയ്ക്ക് നിലയ്ക്കുന്നു. അവർക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താനാവുന്നില്ല, കടലിലെത്തി ലയിക്കാനാവുന്നില്ല. അവ മുഴുവൻ നഷ്ടമായില്ലെന്നറിവൂ ഞാൻ. പക്ഷെ അവ നഷ്ടങ്ങളല്ലെന്ന്, അവ നഷ്ടമായിട്ടില്ലെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. എൻ്റെ ആത്മാവ് എന്നെ അത് പഠിപ്പിക്കുന്നു. എൻ്റെ പരമാത്മാവുമായുള്ള സംവേദനത്തിലൂടെ ആ ചില സത്യങ്ങൾ, ചില ഉണ്മകൾ ഞാൻ മനസ്സിലാക്കുന്നു. ആത്മീയമായ എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കാഴ്ചകളല്ല ശരിയായിരുന്നില്ലെന്നും അപൂർണമായതും സുന്ദരമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. ജീവിതത്തിൽ പിന്നിലിട്ടു പോന്നതൊന്നുമേ വിഫലമായി പോയില്ലെന്നറിവൂ ഞാൻ. മറ്റൊരു സത്യവും ഞാൻ സന്തോഷത്തോടെ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൽ പിന്നിലിട്ടു പോകുന്നത്, കടന്നുപോയത്, ജീവിതത്തിൽ നമുക്ക് ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ജീവിതം അല്ലേ. ഓരോന്നും നമ്മൾ കാലത്തിനൊപ്പം നമ്മൾ ഒഴുകിയേ മതിയാകൂ. എങ്കിലും കഴിഞ്ഞതൊന്നും നഷ്ടമായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ ഏടുകളൊക്കെ നഷ്ടങ്ങളല്ല, അവയും പൂർണ്ണമാണ്. അവയും അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതെല്ലാം നഷ്ടപ്പെടുന്നില്ല, അതും പൂർണ്ണമാണ്. ജീവിതത്തിൽ പിന്നിലിട്ടു പോകുന്നതൊന്നുമേ വിഫലമായില്ല. ഉപേക്ഷിച്ചു പോകുന്നത് എൻ്റെ എനിക്കൊപ്പം വരാൻ കഴിയാതെ പോയ എൻ്റെ മോഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ലക്ഷ്യങ്ങൾ, പാതി വഴിയിൽ എനിക്ക് ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വന്നവ, പക്ഷെ അവ അപൂർണങ്ങളല്ല, അവ നഷ്ടങ്ങളല്ല. നിൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും. വിപഞ്ചിക വീണയാണ്. നിൻ്റെ വീണയിൽ ഈ ചിത്രങ്ങളുമുണ്ട്, ഈ തന്ത്രികളുമുണ്ട്. ഈശ്വരൻ്റെ പരമാത്മാവിൻ്റെ ആ വീണയിൽ എൻ്റെ സംഗീതവുമുണ്ട്. അതിൽ പൂർണ്ണമായതും അപൂർണമായതുമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവുമുണ്ട്. നഷ്ടങ്ങളുണ്ട്, ലാഭങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. നിർമ്മമമായി അവയെല്ലാം ഈശ്വരൻ്റെ വീണയിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒന്നും നഷ്ടങ്ങളല്ല. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കാതെ പുതിയ പ്രതീക്ഷയോടെ ഇനിയും മുന്നോട്ട് പോവുക എന്നാണ്. അനാഗതകാല സംഗീതം ഒന്നും നഷ്ടമായില്ലെന്നറിവു ഞാൻ. അനാഹതം ആത്മനാദം, എൻ്റെ ആത്മനാദം, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംഗീതം, എൻ്റെ ഹൃദയം, എൻ്റെ നാദം, എൻ്റെ ആത്മാവിൻ്റെ നാദം, സ്വാഭാവികമായ എൻ്റെ ശബ്ദം, ഞാൻ എന്ന സ്വത്വം, എൻ്റെ സത്ത. അനാഗതകാല സംഗീതം, അനാഗതകാലം വരാത്ത, ഇനി വരാനുള്ള ഭാവി കാലം, ആഗതമല്ലാത്ത കാലം, ഭാവി സംഗീതം ഒന്നും നഷ്ടമായില്ലെന്നറിവൂ ഞാൻ. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും ഒന്നും നഷ്ടങ്ങളല്ല, എല്ലാം നേട്ടങ്ങളാണ്. എല്ലാം ഈശ്വരൻ്റെ കാഴ്ചകളിലുണ്ട്.
നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരു വലിയ പ്രതീക്ഷയാണ്, ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ് ഈ പ്രാർത്ഥനാ ഗീതം നമുക്ക് തരുന്നത്. നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കേണ്ടതില്ല, കഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വിഫലമായതിനെക്കുറിച്ച് തേങ്ങേണ്ടതില്ല. പുതിയ പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് നീങ്ങുക. ഇനി അനാഗത കാലവും സംഗീതമയമാണ്, കഴിഞ്ഞ കാലവും സംഗീതമയമാണ്, വർത്തമാനകാലവും സംഗീതമയമാണ്. ഈശ്വരൻ്റെ ആ വലിയ വെളിച്ചത്തിൽ അവ ലയിക്കുന്നുണ്ട്, അവ മുഴങ്ങുന്നുണ്ട്. നിരാശപ്പെടേണ്ടതില്ല. വലിയ പ്രത്യാശയാണ് കവിത പകരുന്നത്. കഴിഞ്ഞ കാല സങ്കടങ്ങളെക്കുറിച്ച് ഓർത്തോ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തോ വ്യസനിക്കേണ്ടതില്ല. വരും കാലവും കഴിഞ്ഞ കാലവും വർത്തമാനകാലവും ലാഭവും നഷ്ടവും എല്ലാം ജീവിതത്തിലുണ്ടാകുന്ന സർവ്വ കാര്യങ്ങളും ഈശ്വരനിൽ ലയിക്കുന്നതാണ്, ഈശ്വരൻ അറിയുന്നതാണ്, ഈശ്വരൻ്റെ കാഴ്ചയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിനെ ഓർത്ത് വ്യസനിക്കാതെ വരും കാലം സുന്ദരമായ സംഗീതകാലത്തിലേക്ക് നടന്നെടുക്കാനാണ് കവിത ഉദ്ബോധിപ്പിക്കുന്നത്. എൻ്റെ ജീവനും ജീവിതവും എൻ്റെ കാലവും ഞാൻ തന്നെയും നിൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. വലിയ പ്രത്യാശയാണ്, ആത്മീയമായ വലിയൊരു പ്രത്യാശയാണ് കവിത പകരുന്നത്.